ഓക്കെ, അപ്പൊ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ ക്ലാസ്സസ് ഇതിന് ഇതുവരെ എടുത്ത ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കുള്ള ഒരു റിവിഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ക്ലാസ് ആയിട്ടോ കണ്ടാൽ മതി കേട്ടോ. പുതിയതായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് ഒരുമിച്ച് പറഞ്ഞുതരാം. നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തു പോകുമ്പോൾ ഇതുവരെ ഉള്ള അതിന്റെ ഒരു മീനിങ്, അതിന്റെ ഒരു സാരാംശം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്ക് നമ്മുടെ സിലബസിൽ ഈ LFTSന്റെ സെക്കൻഡ് പേപ്പറിനാണ് നമ്മളിപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ എടുത്തു തരാം. അപ്പൊ സെക്കൻഡ് പേപ്പറിനാണ് നമ്മൾ ഇപ്പോ എടുത്തു തീർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എന്താ, ബാക്കിയൊക്കെ നിങ്ങൾ ബാക്കി പരീക്ഷകൾക്കും പഠിച്ചിട്ടുള്ളതാണ്, അത് എടുക്കില്ല എന്നല്ല പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് എന്തുണ്ട്, പൊളിറ്റിയും ഉണ്ട്, എക്കണോമിക്സും ഉണ്ട്, അല്ലെ? ഇത് രണ്ടും കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആണ്, അതും എടുത്തു തരും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒട്ടും ആരും പഠിപ്പിക്കാത്ത ടോപ്പിക്സ് ആദ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരാൻ പോവാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തും പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എല്ലാത്തിന്റെ എസെൻസ് സെയിം ആണ്. അതുകൊണ്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞു തരാണ്. ഓക്കെ, കാരണം ഇതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വഴിയില്ല. അതായത് ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ ആണെങ്കിലും UNDP-യുടെ ആണെങ്കിലും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആണെങ്കിലും പിന്നെ അതുപോലത്തെ പല എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആണെങ്കിലും അവരുടെ എല്ലാം നിർവചനങ്ങളിൽ പ്രിൻസിപ്പിൾസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് അതെല്ലാം അതിന്റെ ഒക്കെ ഒരു ക്രക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റ് അല്ലെ? അപ്പൊ അത് പ്രധാനമായിട്ട് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഇതെല്ലാം തന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആരെങ്കിലും കാണാത്തതുണ്ടോ? അപ്ലോഡ് ചെയ്ത ക്ലാസ്സസ്, ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സസ് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു തീർക്കുക. ഓക്കെ, അത് 4-5 ക്ലാസ് എടുത്തിട്ടുള്ളൂ. ബാക്കി ക്ലാസ് എല്ലാം ലൈവായിട്ട് തന്നെ എടുത്തിട്ട് തരാം. ഓക്കെ, അപ്പൊ വിജേഷ് കണ്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വേൾഡ് ബാങ്ക് മുന്നോട്ട് വെക്കുന്ന അതാണ് ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് കേട്ടോ. റൂറൽ ഡെവലപ്മെന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, സസ്റ്റൈനബിലിറ്റിയിൽ എംഫസൈസ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലത്തെ ആളുകളുടെ പാർട്ടിസിപ്പേഷനും എല്ലാം കൂടി അതുപോലെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചും എല്ലാമാണ് വേൾഡ് ബാങ്ക് മുന്നോട്ട് വെക്കുന്നത്. UNDP ആണെങ്കിലോ അവരുടെ ഗൈഡ് ലൈൻസ് പറയുന്നത് ഗുഡ് ഗവേണൻസ് എന്താ നിങ്ങൾക്ക് അറിയാലേ, സദ്ഭരണം, അതുപോലെ കപ്പാസിറ്റി ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ UNDP മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, എന്തുകൊണ്ടാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ നിർവചനങ്ങൾ നമ്മൾ നോക്കാൻ കാരണം, റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രാഥമിക മേഖലയുടെ, അതായത് എന്താ പ്രൈമറി സെക്ടറിന്റെ അഗ്രികൾച്ചറിന്റെ വികസനമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്താണ്, അഗ്രികൾച്ചറിന്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വളർച്ചയും ലോക്കൽ റിസോഴ്സസിന്റെയും നോളജിന്റെ ഒക്കെ വളർച്ചയാണ് അവർ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് IFAD ഉണ്ട്, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. അവര് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും എംപവർമെന്റിനെ ഒക്കെ പറ്റി പറയുന്നു. OECD എന്താണ് പറയുന്നത് നോക്കാം. OECD എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അവരെന്താ പറയുന്നത്, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി സെക്ടറൽ അപ്രോച്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ധാരാളം ഏറ്റവും കൂടുതൽ ആളുകൾ കോട്ട് ചെയ്യുന്ന അക്കാഡമിക് ജേർണൽസ് എന്തൊക്കെയാണ് പറയുന്നത്, അതിനെ പറ്റിയൊക്കെ നോക്കിയിട്ടും പിന്നെ ഒരുപാട് എല്ലാ രാജ്യങ്ങൾക്കും റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളും വളരെ അർബനൈസ്ഡ് ഒന്നും അല്ല, അല്ലെ? അപ്പൊ റൂറൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പല കൺട്രീസിനുള്ള അവരുടെ പോളിസും എല്ലാം നോക്കിയിട്ടാണ് ഞാനൊരു കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞുതരാം. ഇത്രയും പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കുക. അതാണ് ആ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ മെയിൻ ആയിട്ടും നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് സസ്റ്റൈനബിലിറ്റി, എല്ലാവരും എടുത്തു പറയുന്ന കാര്യമാണ് സസ്റ്റൈനബിലിറ്റിനെ പറ്റിയിട്ട്. നമ്മൾ എന്ത് തരത്തിലുള്ള പ്രോഗ്രസ് കൊണ്ടുവന്നാലും എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവന്നാലും അതെന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, നമ്മളിപ്പോ സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ എനർജി സോഴ്സസ് ഒക്കെ ഈ കൽക്കരിയോ അല്ലെങ്കിൽ പെട്രോളിയമോ ഉപയോഗിക്കണം എന്നാണോ പറയാ? അല്ല, സുസ്ഥിരമായിട്ടുള്ള ഒരു മോഡലിലേക്ക്, ഒരു എനർജി മോഡലിലേക്ക് മാറുമ്പോൾ നമ്മൾ കൂടുതലും ഗ്രീൻ എനർജിയെ പറ്റിയാണ് പറയാ, അല്ലെ? എന്തൊക്കെയാ ഗ്രീൻ എനർജി നിങ്ങൾക്ക് അറിയാലോ. വിൻഡ് എനർജിയും തിരമാലയിൽ നിന്നുള്ള ഊർജ്ജവും സോളാർ എനർജിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ സസ്റ്റൈനബിലിറ്റി
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് പ്രകൃതിനെയോ ഏതൊരു റിസോഴ്സിനെയും ഓവറായിട്ട് യൂസ് ചെയ്യാതെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡലിൽ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഫ്യൂച്ചർ ജനറേഷൻസിന് കൂടി ബാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ്. ഓക്കെ, അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് ഒരു റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ നന്നാക്കാൻ വേണ്ടി ഫുള്ള് കുഴൽക്കിണർ കുത്തി അവിടുത്തെ ഭൂഗർഭ ജലം മുഴുവൻ ഊറ്റിയെടുത്ത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല റൂറൽ ഡെവലപ്മെന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിളില് അത് ശരിയാവില്ല. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സസ്റ്റൈനബിലിറ്റി. നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കും, മെന്റർഷിപ്പ് ബാച്ചിലെ കുട്ടികളോട് ഞാൻ ചോദ്യം ചോദിക്കും, അപ്പൊ എനിക്ക് ഉത്തരമൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇനി പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്. നമ്മൾ റൂറൽ ഏരിയയിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കൃത്യമായിട്ടും അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഞാൻ ഗുർഗാവൺ പ്രൊജക്ടിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്, വീഡിയോയിലുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. അപ്പൊ അതിലെങ്ങനെയാണ് വില്ലേജ് ഗൈഡുകളെ ഗവൺമെന്റ് ജസ്റ്റ് ഒരു ഓവർസീ ചെയ്യുന്ന ഒരാളായിട്ട് നിൽക്കുള്ളൂ. ആളുകൾ തന്നെ സ്വയം നടപ്പിലാക്കണം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഗുർഗാവൺ പ്രൊജക്ടിന്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, ആ ഒരു ഏരിയയിലുള്ള റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മാക്സിമം ഇൻവോൾവ് ചെയ്തുകൊണ്ട് വേണം എന്ത് നടപ്പിലാക്കാൻ? റൂറൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് രാജിലുണ്ട് അല്ലെ? ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ആര് കൂടിയിട്ടാ? ഗ്രാമസഭ കൂടിയിട്ടാ. ഓക്കെ, അതെന്താണ്? പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ? ഇപ്പൊ പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഇൻക്ലൂസിവിറ്റി. ഇൻക്ലൂസിവിറ്റി ഇപ്പൊ നമ്മുടെ ഒരു റൂറൽ ഡെവലപ്മെന്റ് നടക്കുള്ളൂ. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരും 2-3 രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആവുമോ? ഇല്ല. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തണം. വിമൻ ആയിക്കോട്ടെ, ദളിത്സ് ആയിക്കോട്ടെ, എത്നിക് മൈനോറിറ്റീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സുകൾക്കാണ് ഇൻക്ലൂസിവിറ്റി ഉണ്ട് എന്ന് പറയാം അല്ലെ? സോ നമ്മൾ എന്തൊരു റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി നടപ്പിലാക്കുമ്പോഴേക്കും അവിടെ നമ്മൾ ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളിനെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഓക്കെ, ദെൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ നോക്കണം, ഹെൽത്ത് നോക്കണം, ഇൻഫ്രാസ്ട്രക്ചർ നോക്കണം. അതുപോലെ തന്നെ ഗവേണൻസിന്റെ ആ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഗവേണൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ ഭരണം കൃത്യമായിട്ട് എത്തുന്ന കാര്യങ്ങൾ നോക്കണം. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് നമുക്ക് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടത്. ഓക്കെ, ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്. കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ ഏരിയകളിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നെയും മുന്നിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് നടക്കണം, സ്ട്രെങ്തനിങ് സ്കിൽസ് ഉണ്ടാവണം. ഇപ്പൊ ആൽബർട്ട് മേയറുടെ റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത്? പുള്ളി അത് അദ്ദേഹത്തോടു കൂടി ആ ഒരു പ്രൊജക്ട് നിന്നുപോയി. എന്തുകൊണ്ട്? കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. സോ ഇപ്പൊ ഗാന്ധിയുടെ ഒക്കെ ഒരു ഐഡിയ അനുസരിച്ച് അദ്ദേഹം ഇപ്പൊ ഗാന്ധി വില്ലേജസ് ഒക്കെ കൂടുതൽ നടപ്പിലാക്കിയതിന്റെ കാരണം എന്താണ്? വൺസ് ഗാന്ധി ഇല്ലെങ്കിൽ പോലും ഇവര് ഈ ഖാദി എന്ന് പറഞ്ഞിട്ടുള്ള വസ്ത്രം ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിക്കും അല്ലെ? അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് തന്നെ സാനിറ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കാനും എല്ലാവരും തൊഴിൽ ചെയ്യണം എന്നെല്ലാം ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. അപ്പം അത് സസ്റ്റൈനബിലിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പൊ അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ്. തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. അപ്പൊ സ്ട്രെങ്തനിങ് ദ സ്കിൽസ്, കോമ്പിറ്റൻസീസ്, എബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെവലപ്മെന്റ് പ്രോസസ് ഇഫക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ അതിൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എല്ലാം തന്നെ വരും. പിന്നെ ലോക്കൽ റിസോഴ്സസ് ആൻഡ് നോളജ്. പെട്ടെന്ന് അമേരിക്കയിലുള്ള ഒരാൾ വന്ന് ഒരു ഗ്രാമത്തിൽ അങ്ങ് ദത്തെടുത്ത് മൊത്തത്തിൽ അങ്ങ് സുരഭിലമാക്കി മാറ്റാനൊക്കെ പറ്റുമോ? ഇല്ല. ഓരോ രാജ്യത്തും ഓരോ കമ്മ്യൂണിറ്റീസും എല്ലാം തന്നെ വളരെ ഡിഫറെന്റ് ആണ് അല്ലെ? നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ഗ്രാമം പോലെ അല്ല ഇപ്പുറത്തെ ഗ്രാമം ഉള്ളത്. അപ്പൊ അവിടുത്തെ പ്രത്യേകതകള്,
അവിടുത്തെ റിസോഴ്സസ്, അവിടുത്തെ നോളജ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റൂറൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾ അട്ടപ്പാടി പോയിട്ട് നിങ്ങളുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടുത്തെ ആളുകൾക്ക് വ്യത്യാസമുണ്ട്, അവിടുത്തെ ഭൂപ്രകൃതിക്ക് വ്യത്യാസമുണ്ട്, അവിടുത്തെ റിസോഴ്സസിന് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ റൂറൽ ഡെവലപ്മെന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ലോക്കൽ റിസോഴ്സസും നോളജിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ലോക്കൽ റിസോഴ്സ്, ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കണേ. ലോക്കൽ റിസോഴ്സസ് യൂസ് ചെയ്യണം, നോളജ് യൂസ് ചെയ്യണം, അങ്ങനെ കൾച്ചറലി ഒക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോസസ് ആണ് ഉണ്ടാവേണ്ടത്. വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതെല്ലാം തന്നെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ഇതൊരു റിവിഷൻ ക്ലാസ്സോ അഡീഷണൽ ക്ലാസ്സോ ആയിട്ട് മാത്രം പരിഗണിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. സി, ഇപ്പോ ഈ ഒരുപാട് NGOs, പലതരത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ ഈ പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് ഇതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള എല്ലാവരെയും തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകാൻ. അപ്പം പലതരത്തിലുള്ള NGOs ഉണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെന്റ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ഒക്കെ ഉണ്ടാവും അല്ലെ, പ്രൈവറ്റ് സെക്ടർ എന്റിറ്റീസ് ഉണ്ടാവും. അവർക്ക് ഇപ്പൊ CSR ഫണ്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോ ഒരു കോർപ്പറേറ്റിന് ഇത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇത്ര ഭാഗം സാമൂഹ്യ സേവനത്തിനായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാം തന്നെ എല്ലാ തരത്തിലും ഒരു കൊളാബറേഷനും പാർട്ട്ണർഷിപ്പും എല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ടാണ് റൂറൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കേണ്ടത്. ഓക്കെ, ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സി, നിങ്ങൾ ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് നിങ്ങൾ വലിയൊരാളായി എന്നിട്ട് പോളിസി മേക്കിങ്ങിനൊക്കെ ഉള്ള ഒരു IAS കാരനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഐഡിയ ഉണ്ട്. ആ ഐഡിയ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നെ നേരിട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഡീസെൻട്രലൈസ് ചെയ്യണം. അതായത് അത് ആ റൂറൽ ഏരിയ ഉള്ള ലോക്കൽ ഗവൺമെന്റ് ഉണ്ടാവില്ലേ, ഇപ്പൊ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അവരുടെ കയ്യിലേക്ക് എത്തുന്നു. അവർ ആ പ്രൊജക്റ്റിനെ പറ്റി പഠിക്കുന്നു, അവരാണ് അത് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് ഗ്രാമസഭയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു. സോ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു കാര്യം ഏറ്റവും താഴെ കൊണ്ട് നടപ്പിലാക്കുകയല്ല ചെയ്യുക, ടോപ്പിൽ നിന്നും, അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, സംസ്ഥാനങ്ങളിൽ നിന്ന് ലോക്കൽ ബോഡീസിലേക്ക് പോകുന്നു. ഓക്കെ, ലോക്കൽ ബോഡി തന്നെ പഞ്ചായത്ത് ഓഫീസിൽ മാത്രം തീരുമാനിച്ചാൽ പോരാ അല്ലെ, വാർഡുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഓക്കെ, അങ്ങനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തില്? റൂറൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ കാര്യത്തിൽ. സോ ഓക്കെ, നെക്സ്റ്റ്, ഗുഡ് ഗവേണൻസ്. നമ്മൾ ഇപ്പോ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഗുഡ് ഗവേണൻസ് എന്താന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഗുഡ് ഗവേണൻസിന്റെ നമ്മൾ ഇവിടെ ഈ കേരളം ഭരണ സംവിധാനവും എല്ലാം തന്നെ സിവിക്സിലും അതുപോലെ തന്നെ LDK അടക്കം പഠിക്കുന്നതാണ്. എന്താണ് ഗുഡ് ഗവേണൻസ്? ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉള്ള ഗവേണൻസിനെയാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയാം. ഓക്കെ, അതിനുള്ള ഒരു വളരെ നല്ല ടൂൾ ആണല്ലേ RTI. എന്താണ്? ഈ ഗുഡ് ഗവേണൻസിനൊക്കെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആണ് അതിൽ മെയിൻ. ഓക്കെ, ട്രാൻസ്പെറൻസി ഉണ്ടാവുമ്പോൾ എന്താണ്? കറപ്ഷൻ വളരെ എലിമിനേറ്റ് ആവും. സോ ഗുഡ് ഗവേണൻസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ ഇങ്ങനെയൊക്കെ നടപ്പിലാക്കിയാൽ മാത്രം മതിയോ? പോരല്ലോ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ വേണം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, എത്രമാത്രം പുരോഗതി നേടി എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ഇവാലുവേഷനും വേണം. ഇത്രയാണ് എന്ത്? റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമ്മുടെ സിലബസിൽ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റൂറൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം പഠിച്ചതാണ്, പക്ഷെ കുറച്ചുകൂടി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ PDF നിങ്ങൾ ആ ക്ലാസിന്റെ ഒപ്പം തന്നെ വെച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ പ്രിൻസിപ്പിൾസിന്റെ കാര്യം മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങൾക്ക് എനിക്ക് പ്രധാനമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുള്ളൂ, പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ ഫൈൻ. ദെൻ ഇനി നമ്മള് പ്രീ ഇൻഡിപെൻഡൻസിലുള്ള ഇതൊന്നും എക്സ്ട്രാ ഒന്നും പറഞ്ഞു തരാനില്ല കേട്ടോ, മറ്റേ ക്ലാസ്സുകളിലുള്ള കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് സംഭവം. അതായത് നമ്മള് LSDS പിടിക്കും. ഓക്കെ, പ്രത്യേകിച്ചും ഞാൻ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യും, പഠിക്കാത്ത പിള്ളേർക്ക് പണിഷ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പോ അതിനു മുമ്പ് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി, പുതിയതായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോ പ്രീ ഇൻഡിപെൻഡൻസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയിൻലി കുറെ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവര് ഭയങ്കര ഫാമിലി ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പോയിന്റ് തന്നെ ഇതാണ്. അതായത് ബ്രിട്ടീഷ് എറയിൽ എങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. നമ്മൾ ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചോർച്ച സിദ്ധാന്തം, ഡ്രെയിൻ തിയറി, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതായത്
ഇന്ത്യനെ പരമാവധി ചൂഷണം ചെയ്യാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. നമ്മുടെ എന്താണ് നമ്മുടെ ഈ അഗ്രികൾച്ചർ സാധാരണഗതിയിൽ എങ്ങനെയായിരുന്നു? ഒരു ഗ്രാമം ആ ഗ്രാമത്തിന് വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ കുറെ നീലം കൃഷി ചെയ്യണം, ഞങ്ങൾക്ക് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുകയാണ്, അതുകൊണ്ട് ആ തുണിയിൽ മുക്കാൻ വേണ്ടി കുറെ ഇൻഡിഗോ വേണമെന്ന് പറഞ്ഞ് നീലം കർഷകരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? പിന്നെ കൃത്രിമ ചായം കണ്ടുപിടിച്ചപ്പോ അതിന്റെ കഴിഞ്ഞു. കൃഷിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. അങ്ങനെ പിന്നെ എന്താണ് ജമീന്ദാരി സിസ്റ്റം വളരെ അഗ്രസീവ് ആയിട്ട് അവർ നടപ്പിലാക്കി. ജമീന്ദാരി സിസ്റ്റത്തിന് എന്താണ് പറയാറ്? പെർമനന്റ് സെറ്റിൽമെന്റ്. അങ്ങനെ ഇന്ത്യയിൽ പലയിടത്തും ക്ഷാമം വളരെയധികം പിടിപെടുകയാണ്. ഓക്കെ, അങ്ങനെ ആ ക്ഷാമത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഫാമിൻ കമ്മീഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ നോട്ട് എടുത്ത് വെച്ച് നോക്കാം. ദെൻ എന്താണ് മറ്റൊരു ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു? അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പുസയില് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, 1905. മറ്റൊന്ന് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കുറച്ച് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കുറെ ആർട്ടിസാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഫാർമേഴ്സ് ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അത്ര വലിയ വിജയകരമായിട്ടൊന്നും കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒരു ഇന്റർവെൻഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. സ്റ്റിൽ അവരൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഗാന്ധിയുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, ഖാദി ആൻഡ് ഗാന്ധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമിച്ച് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണല്ലേ. സോ ഗാന്ധിയുടെ സേവാഗ്രാം അല്ലെങ്കിൽ സ്വദേശി ഗാന്ധിക്ക് മുമ്പ് തന്നെ ഇവർ തുടങ്ങിയതാണ്. അതിനെയൊക്കെ തുടർന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് പ്രീ ഇൻഡിപെൻഡൻസ് നടന്നിട്ടുള്ള റൂറൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഭാഗമാണ്. ദെൻ എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ റീഫോംസ്. അത് ഗാന്ധി തന്നെ 2 സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? വാർധ സ്കീമും നയി തലീമും അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിട്ട് വേഗം പറഞ്ഞു പോകണം കേട്ടോ. പിന്നെ അതുപോലെ റൂറൽ റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര്? ഗാന്ധിയുടെയും ടാഗോറിന്റെ എക്സ്പെരിമെന്റ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ, നല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് രവീന്ദ്രനാഥ ടാഗോർ നടപ്പിലാക്കിയ പരിപാടിയുടെ പേര്? ആ ഒരു റൂറൽ റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമിന്റെ പേരെന്താ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയിട്ടെങ്കിലും പറയൂ. ഓർമ്മയില്ലേ? ഓക്കെ, ശ്രീനികേതൻ. ഓക്കെ, ശ്രീനികേതൻ പ്രൊജക്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, നോക്കണം. പിന്നെന്താണ്? ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ഹെൽത്ത് ആൻഡ് സാനിറ്റേഷന് വേണ്ടിയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാംസും നമ്മൾ റൂറൽ ഡെവലപ്മെന്റിന്റെ എക്സ്പെരിമെന്റ്സ് പഠിച്ചിട്ടില്ലേ, അതിലെല്ലാം തന്നെ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗാന്ധിയൊക്കെ. അതായത് ഹൈജീൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എല്ലാവരും തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രോമോ ഫുഡ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്തൊക്കെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അപ്പം എന്താ പറയാ, വളരെ വലിയ ക്ഷാമത്തിലായിരുന്നു വേൾഡ് വാറിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ കൂടുതൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ബെറ്റർ സീഡ്സും ബെറ്റർ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ് എന്താണ്? സോഷ്യൽ ആൻഡ് ആരുടെങ്കിലും മൈക്കോൺ ആണെങ്കിൽ ഓഫാക്കണേ. സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ്. അത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതല്ല, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന് വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഏജൻസിയാണ്, ഒരു സംഘടനയാണ് ഏത്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ. സോ ഇവര് സാനിറ്റേഷന്റെയും ഹെൽത്തിന്റെയും അങ്ങനെ ഓവറോൾ വെൽഫെയർ നല്ലോണം നോക്കിയിട്ടുണ്ട്. കറണ്ട് പോയല്ലോ. ഓക്കെ, ഭയങ്കര മഴയാ, അപ്പൊ കറണ്ട് പോയിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കണ്ട, ഇൻവെർട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈൻ. അപ്പൊ എന്തുകൊണ്ടാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി ഇൻഡിപെൻഡൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്പം കൂടി റൂറൽ ഏരിയാസിലേക്ക്. ആരുടെങ്കിലും മൈക്ക് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കണേ. ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസും സാനിറ്റേഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു പോവത്തേ ഉള്ളൂ. ഇപ്പൊ ഡാനിയൽ സ്കീം എവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്? ബംഗാളിലാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ, സുന്ദർബൻ റീജിയനിൽ. അപ്പൊ പുള്ളി എന്താണ് കോപ്പറേറ്റീവ് മോഡലൊക്കെയാണ് മെയിൻലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിൽ ഇറിഗേഷൻ കൂടുതൽ കൊണ്ടുവരാം.
അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഡാനിയൽ ഹാമിൽട്ടൺ നടപ്പിലാക്കിയത്. ഡാനിയൽ സ്കീം എന്ന് നമ്മൾ പറയും. സുന്ദർബൻസിലാണ് നടപ്പിലാക്കിയത്. ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നോട്ട് തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മനസ്സിലായോ? നെക്സ്റ്റ്, ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ഇത് നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആയിരുന്നു. വലിയൊരു ഏരിയയില് എന്താണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ് നടപ്പിലാക്കി. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും അഗ്രികൾച്ചറും അങ്ങനെ ഓവറോൾ എല്ലാ കാര്യം. ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. ശ്രീനികേതൻ എക്സ്പെരിമെന്റില് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചിട്ടുള്ള ഇത് ആരൊക്കെയാണെന്നുള്ള കാര്യം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സമയമില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂമിന്റെ ഫ്രീ വേർഷൻ ആണ് ഉപയോഗിക്കുന്നത്. 30 മിനിറ്റേ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രീമിയം ഒക്കെ എടുക്കണമെങ്കിൽ 10-12,000 രൂപയുണ്ട്. അത്രയും കാശൊന്നും എന്റെ കയ്യിലില്ല. നമുക്ക് യൂട്യൂബ് ലൈവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സമയം വേണമെങ്കിൽ പോവാം. പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇന്ന്. ഫുൾ മഴയായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് യൂട്യൂബ് ലൈവിലേക്ക് മാറുമ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടായിരിക്കും കേട്ടോ. അപ്പം ശ്രീനികേതൻ എക്സ്പെരിമെന്റിനെ പറ്റി പറഞ്ഞു. എന്താണ് ഒരു ഓവറോൾ ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് പിന്നെ നോക്കുക. ദെൻ ഗുർഗാവൺ എക്സ്പെരിമെന്റ് FL ബ്രാൻഡ് ആണ്. അപ്പൊ പുള്ളി എന്താണ്, പുള്ളി ഒരു ബ്യൂറോക്രാറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പോഴും ഹരിയാനയിലെ ഗുർഗാവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെവലപ്ഡ്. ഇപ്പൊ ഹരിയാന പോലത്തെ ഒരു സംസ്ഥാനത്താണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് അന്ന് FL ബ്രാൻഡ് ഒരു ഇന്റർവെൻഷൻസിന്റെ ഗുണമാണെന്ന് തന്നെ പറയേണ്ടി വരും. പുള്ളി ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അൾട്ടിമേറ്റ്ലി ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അതിന്റെ കുറവുണ്ട്. അപ്പൊ അതൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ മെയിൻലി എല്ലാം ഒന്ന് ഓവർസീ ചെയ്യാനാണ് പുള്ളി നോക്കിയിട്ടുള്ളൂ. വില്ലേജ് ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഏർപ്പാടാക്കി ആളുകളെ തന്നെ എന്താ പറയാ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത് ആളുകളെ തന്നെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മോഡലായിരുന്നു എന്ത് ഗുർഗാവൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാർത്താണ്ഡം പ്രൊജക്ട്. മാർത്താണ്ഡം പ്രൊജക്ട് നിങ്ങൾക്ക് അറിയാം, YMCA യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അപ്പം അവർക്ക് വളരെ നല്ല കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട്. നല്ല കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നു. എക്സെല്ലിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഒരുപാട് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നു. കുറെ റീകൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ചെറിയൊരു ദുരുദ്ദേശം എന്നൊന്നും പറയാൻ പറ്റില്ല. അവരവരുടെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മാർത്താണ്ഡം പ്രൊജക്ട് റണ്ണിങ് ആണ്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. അവർക്ക് ഈ കമ്മ്യൂണിറ്റി ഹാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു പ്രൊജക്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പോഴും ആ ഒരു ഏരിയയില് ഇവരുടെ ലെഗസി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ബറോഡ എക്സ്പെരിമെന്റ്. അത് അവിടുത്തെ ദിവാനായിരുന്നിട്ടുള്ള ശ്രീ B കൃഷ്ണമാചാര്യാണ് നടപ്പിലാക്കുന്നത്. ഈ ബറോഡത്തെ കിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള കിങ് ആയിരുന്നു. അപ്പൊ പുള്ളി കുറെ ബെറ്റർ ഫാമിംഗ് ടെക്നിക്സും, കിങ് അല്ല ദിവാനാണ് കാര്യം നടപ്പിലാക്കുന്നത്. ശ്രീ B കൃഷ്ണമാചാര്യ എന്ന് പറഞ്ഞ പുള്ളി അവര് കുറെ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരുന്നു. റൂറൽ എഡ്യൂക്കേഷൻ പുഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നു. ഓക്കെ, അതാണ് ബറോഡ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഗുരുകുൽ കാംഗ്രി. ഇത് ഞാൻ നമുക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ല. ഇത് ഞാൻ ഇന്ന് വായിച്ചു പോയപ്പോ കണ്ടതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. മുമ്പ് പറഞ്ഞു തന്നിട്ടില്ല. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ നടപ്പിലാക്കിയതാണ്. അതായത് മെക്കാളെ മിനിറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ മെക്കാളയുടെ ആ ഒരു പുള്ളിയുടെ ഒരു ഡൗൺ ഫിൽട്രേഷൻ തിയറി ഉണ്ട്. പുള്ളിയുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല, ഇന്ത്യക്കാർക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ സ്വാമി ശ്രദ്ധാനന്ദ ഗുരുകുൽ കാംഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടപ്പിലാക്കുന്നത്. ഇവിടെ എന്താണ് റൂറൽ ഡെവലപ്മെന്റിലെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുകുല സമ്പ്രദായം പോലെ പഴയ ഒരു എഡ്യൂക്കേഷൻ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതില് റൂറൽ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം വെച്ചാൽ വിമൻസ് എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്ത്രീകളെ, മീൻസ് അന്നത്തെ കാലത്ത് 1902 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഗുരുകുല സമ്പ്രദായത്തിൽ അത് പ്രത്യേകിച്ച് ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് സ്ത്രീകളെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു മോഡലിൽ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ്ലി UGC ഫണ്ടഡ് ഒക്കെ ആയിട്ടുണ്ട് ഗുരുകുൽ കാംഗ്രി എന്ന് പറയുന്നത്. പക്ഷെ റൂറൽ ഡെവലപ്മെന്റ് എക്സ്പെരിമെന്റ് എന്ന നിലയിലും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഇന്ന് ഞാൻ ആഡ് ചെയ്തതാണ്. വായിച്ചു പോയപ്പോ കണ്ടതാണ്, അപ്പോഴാണ് ആഡ് ചെയ്തത്. ദെൻ വാർധാ സ്കീം ഒക്കെ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. എന്താണ്, കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് കുറെ പ്രാക്ടിക്കൽ സ്കിൽസും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. മഹാത്മാഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗുർഗാവൺ എക്സ്പെരിമെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലേ, അത് റിപ്പീറ്റ് ചെയ്തു വന്നതാ. അത് പറയണ്ട. ദെൻ ഫിർക്ക ഡെവലപ്മെന്റ് എക്സ്പെരിമെന്റ്. ഫിർക്ക ഡെവലപ്മെന്റ് എക്സ്പെരിമെന്റ് നടപ്പിലാക്കുന്നത് ജസ്റ്റ്
1940 കേട്ടോ. ആ ഇയർ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ PDF മാറ്റിയിട്ടേക്കാം. 1946 എന്തോ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം കേട്ടോ. അപ്പൊ എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മദ്രാസ് സ്റ്റേറ്റിൽ നടപ്പിലാക്കിയതാണ്. ഓക്കെ, അപ്പൊ മദ്രാസ് സ്റ്റേറ്റിൽ അപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. അതായത് ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നു, ഹെൽത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു, അഗ്രികൾച്ചറിനും ഇറിഗേഷനും കോട്ടേജ് ഇൻഡസ്ട്രീസും എല്ലാം തന്നെ അവര് പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, ഇട്ടാവ പ്രൊജക്ട്. ഇട്ടാവ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട് മേയർ ആണ് നടപ്പിലാക്കുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ പ്ലാനർ ആണ്, അതായത് ഒരു അമേരിക്കൻ ആർക്കിടെക്ട് ആണ്. അതിന്റെ ഒരു പ്രശ്നം ഈ പ്രൊജക്റ്റിനുണ്ട്. അതായത് പുള്ളി പ്രധാനമായിട്ടും വില്ലേജ് റീകൺസ്ട്രക്ഷൻ ആണ് നോക്കുന്നത്. വില്ലേജിന്റെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കി കാണുന്നത്. പലപ്പോഴും ഒരു നമുക്കിപ്പോ ഒരു റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലൊരു സോഷ്യോളജിക്കൽ ആംഗിളും കൂടി ഉണ്ട് അല്ലെ. ആ ഒരു ആംഗിൾ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സസ്റ്റൈനബിൾ മോഡൽ ആയിരുന്നില്ല. ഇട്ടാവ പ്രൊജക്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ റൂറൽ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിനെ പറ്റി നോക്കുമെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ലാക്ക് ഓഫ് സോഷ്യൽ ആംഗിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നീലോഖേരി പ്രൊജക്ട്. നീലോഖേരി പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരുപാട് നമ്മുടെ പാർട്ടീഷന് ശേഷം ഒരുപാട് റെഫ്യൂജീസ് ഒഴുകിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് അല്ലെ. അപ്പൊ അവരെയൊക്കെ എവിടെ ഉൾക്കൊള്ളും, അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് നീലോഖേരി പ്രൊജക്ട് കൊണ്ടുവരുന്നത്. ഹരിയാനയിലുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ റെഫ്യൂജീസിനെ താമസിപ്പിക്കുന്നു. ഓക്കെ, എന്നിട്ട് അവർക്ക് എങ്ങനെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു, ആ റെഫ്യൂജീസിന് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യന്റ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് SK ഡേ നടപ്പിലാക്കിയ പ്രൊജക്ട് ആണ് നീലോഖേരി പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉള്ള കാര്യങ്ങൾ. ഇനി ഇത്രയാണ് പ്രീ ഇൻഡിപെൻഡൻസ് ഉള്ള കാര്യങ്ങൾ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇനി നമുക്ക് അടുത്തതായിട്ട് കുറെ സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളായിട്ട് എടുക്കാം. ഒരു ക്ലാസ് എടുത്ത് അതെനിക്ക് തീരെ തൃപ്തിയില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാസ് എടുത്തു തരാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എനിക്കറിയാം ഞാൻ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞു പോയത്, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമായിരുന്നു. നിങ്ങളൊന്ന് എന്താ പറയാ LFGS സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക, ഗ്രൂപ്പിൽ എല്ലാ PDF ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ പേപ്പർ 2 പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? പേപ്പർ 2 പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അത് പറയൂ. എന്താണ് നിങ്ങൾക്ക് പേപ്പർ 2 പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 മാർക്കിനുള്ള പേപ്പർ 2 എന്ന് പറഞ്ഞാൽ വലിയൊരു അവസരമാണ്. ഓക്കെ, കാരണം ട്രഡീഷണലി തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഫസ്റ്റ് പേപ്പറിലെ ഭൂരിഭാഗം കാര്യങ്ങളും പലപ്പോഴായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾ 10 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും എല്ലാവർക്കും പുതിയതാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ നേടുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിനെ ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, കാരണം പേപ്പർ 1ഉം പേപ്പർ 2 ഇല്ലാതെ ഒരാൾക്കും റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. സോ പേപ്പർ 2ന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിലും റാങ്ക് ലിസ്റ്റിലും വളരെ റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ കൂടെ നിൽക്കുവോ? നമുക്ക് ഈ സംഭവം അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാലോ? ഓക്കെ, കൂടെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഞാനും തയ്യാറാണ്. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഞാൻ നല്ല സൂപ്പർ ഫാസ്റ്റ് പോലെ പോയി തീർത്തത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, സൂമിൽ നമുക്ക് 30 മിനിറ്റേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ പറയാൻ ഉദ്ദേശമൊന്നും പറഞ്ഞ് തീരില്ല. നമുക്ക് യൂട്യൂബ് ലൈവ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇനി പുതിയ ടോപ്പിക്സ് എടുക്കുമ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലാസ് ഡെയിലി ഉണ്ടോ? സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ഞാൻ ഡെയിലി വെക്കുന്നില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സും കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ നടപ്പിലാക്കും. ഓക്കെ, അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. സ്പെഷ്യൽ ടോപ്പിക്സ് ഇപ്പൊ മേ ബി എനിക്ക് പ്രിപ്പയർ ചെയ്യാനും കുറച്ച് സമയം വേണം. കാരണം എനിക്കും ഇത് പുതിയ ടോപ്പിക്സ് ആണ്. വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ക്ലാസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മഹിമ മിസ് സൂം പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ
നിർത്തി പോകേണ്ടി വരുന്നു. ഓക്കെ, അപ്പൊ ആരുടെയെങ്കിലും ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആഴ്ചയിൽ ഒരു 3 എണ്ണം വെച്ച് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാരണം കുറച്ച് സ്പീഡിൽ തന്നെ പോകണം, നമുക്ക് റിവിഷനും കുറച്ച് സമയം കിട്ടണമല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യട്ടെ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു, താങ്ക്സ് അലോട്ട്, താങ്ക് യു.